ഇപ്പോൾ റാഫീക്ക ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചു. ഈ റാഫി മെക്കാട്ടിൻ ടീം സ്വന്തം അനുജന് വേണ്ടി തിരക്കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ തിരക്കഥ ചിട്ടപ്പെടുത്തുമ്പോൾ അതിനകത്ത് ഒരു വാത്സല്യം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ടോ ചേട്ടൻ്റെ ചിട്ടപ്പെടുത്തൽ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ചേട്ടൻ്റെ ഞാൻ ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, അറിയാമല്ലോ. നേരത്തെ ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഞാൻ അസിസ്റ്റൻ്റ് ആകുന്നതിന് മുമ്പും ഒത്തിരി സിനിമകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഡെഡിക്കേഷൻ. അതിപ്പോൾ അനിയനായാലും കൊള്ളാം, അവർ ചെയ്യുന്നതായാലും കൊള്ളാം, പുറത്തൊരാൾക്ക് എഴുതി കൊടുത്താലും എല്ലാ സിനിമയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എല്ലാ സിനിമയും ഒരേ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 100% നിൽക്കുന്ന ആളാണ്. കാരണം ഇതിൻ്റെ ഇപ്പോൾ ഈ മായാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 7-8 മാസം എടുത്തു ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനായിട്ട്. ശരിക്കും അവർ ക്രിസ്മസിനൊരു പടം ചെയ്യായിരുന്നു. ആ സിനിമ വരെ മാറിപ്പോയി ഇതിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാത്തതാണ്. വേണമെങ്കിൽ അവർക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തിരുത്ത് തന്നിട്ട് അവരുടെ സിനിമയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ അതുവരെ പോകാതെ നിന്ന് ചെയ്യാൻ ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെ. അത് തന്നെയാണ് അവരുടെയൊക്കെ വിജയം. കാരണം ഉടനെ കൂടുതൽ സിനിമകൾ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക. ഈ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിദ്ദിഖ് ലാൽ, റാഫി മെക്കാട്ടിൻ, ആ ഒരു ടീം, ആ ഒരു കണികയിലെ ഒരു കണികയായി ഞാൻ ഷാഫിക്കയും കണ്ടോട്ടെ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. കാരണം എനിക്ക് കിട്ടുന്ന ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സിദ്ദിഖ് ലാൽ ഇവരുടെ ഈ രണ്ട് ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ സിനിമകൾക്കും അവരുടെ സിനിമയുടെ ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഒരിക്കൽ അടൂർ ഭാസി, ഞാനും അടൂർക്കാരനാണ്, അടൂർ ഭാസി അദ്ദേഹം ഒരിക്കൽ പണ്ട് എപ്പോഴോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പ്രേക്ഷകരെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ആ സിനിമയിലെ ഹൃദയസ്പർശിയായ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ രംഗങ്ങളാണ്. അത് കോമഡി അല്ല. ഒരുപക്ഷെ അവർ അക്കാലങ്ങളിലെ സിനിമകളിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഏറെ പിടിച്ചിരുന്നത് ഇത്തിരി കോമഡി ഹൃദയസ്പർശി അല്ലെന്നല്ല ഞാൻ പറയുന്നത്, സെൻറ്റിമെൻറ്റ്സ് കൂടുതൽ മേമ്പടി ചേർക്കുന്ന സിനിമകൾ. പക്ഷേ മലയാള സിനിമയിൽ അതിനൊരു ചേഞ്ച് വരുത്തിയത് സിദ്ദിഖ് ലാൽമാരാണ്. അതിനുശേഷം റാഫി മെക്കാട്ടിൻ അത് അതേപടിയിൽ കാത്തു സൂക്ഷിക്കുകയും ഇപ്പോൾ അങ്ങയുടെ മിക്ക സിനിമകളിലും നർമ്മമാണ് ഇതിൻ്റെ മേമ്പൊടി. കാരണം ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് വെറുതെ ഒരു കഥ. ഇപ്പം എൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും, ഇപ്പം മായാവി എടുത്ത് നോക്കിയാലും തന്നെയും അതിന് ഒരു വ്യക്തമായ ഒരു കഥയുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥയാണ്. ആ കഥ പറയുന്നത് കുറച്ച് നർമ്മത്തിൽ പൊതിഞ്ഞ് പറഞ്ഞിട്ടൊന്നും ഉണ്ടെന്നേ ഉള്ളൂ. അതൊരു സീരിയസ് കഥ തന്നെയാണ്. അതിൻ്റെ ആ നട്ടല് കൃത്യമായ കഥയാണ്, കൃത്യമായിട്ടുള്ളൊരു കഥ തന്നെയാണ്. അത് വളരെ എന്താ പറയുക, വളരെ ഒരു ട്രാജിക് ഒരു സംഭവം തന്നെയാണല്ലോ. അതിൻ്റെ പുറകെ നടന്നിരിക്കുന്ന കഥകളും അതിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്ന ഫാമിലിയൊക്കെ ഉണ്ടല്ലോ ഈ സിനിമ. പക്ഷെ നമുക്ക് പറയാവുന്നതിൻ്റെ അത്തരം രംഗങ്ങൾ കാണിക്കാതെ തന്നെ ഓഡിയൻസിൻ്റെ മനസ്സിൽ കൊടുക്കുകയും നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ അല്പം നർമ്മത്തിൽ പൊതിഞ്ഞ് പറയുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ സിനിമകൾ വിജയിക്കുന്നത്. ഒരു പക്ഷേ മായാവി ഇപ്പോൾ അങ്ങയുടെ സിനിമാ ജീവിതത്തിൽ ഇതുവരെയുള്ള ഒരു നാഴികക്കല്ല് അല്ലെങ്കിൽ ഒരു കളക്ഷൻ്റെ ഭാഗമായി നോക്കുമ്പോൾ ഒരു നാഴികക്കല്ലാണ് തൊമ്മനും മക്കൾ. ആ തൊമ്മനും മക്കളുടെ മുകളിലേക്ക് മായാവി ഇപ്പോൾ കയറിയിരുന്നിരിക്കുകയാണ്. മായാവി ഏറ്റെടുത്തതും വിജയിപ്പിച്ചതും പ്രേക്ഷകരോട് എന്ത് പറയും? പ്രേക്ഷകരെ ഞാൻ പറയുന്നത്, പ്രേക്ഷകരെന്ന് വെച്ചാൽ നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ എന്ന് പറയാം. കാരണം നമ്മൾ നിലനിർത്തുന്നത് പ്രേക്ഷകരെ തന്നെയാണ്. ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിന് 100 അല്ലെങ്കിൽ 101% അതിന് ഒരു സിനിമ വിജയിപ്പിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ എൻ്റെ ഈ കഴിഞ്ഞ സിനിമകൾ പോലെ തന്നെ ഈ സിനിമയും വിജയിപ്പിച്ച കേരളത്തിലെ ഓരോ പ്രേക്ഷകരോടും നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും തീരില്ല. ഒരു കാര്യം ചോദിച്ചത്, മലയാള സിനിമാ സംവിധായകരിൽ അടുത്ത കാലത്ത് വരെ യുവ സംവിധായകർ എന്ന പട്ടികയിലായിരുന്നു ഷാഫി എന്ന സംവിധായകൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, മാറ്റമുണ്ടോ? എത്ര വയസ്സായി? അത് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും യുവ സംവിധായകരുടെ പട്ടികയിൽ കുറേ കാലം കൂടി ഉണ്ടാവും. അത് അക്കാര്യത്തിൽ സംശയം വേണ്ട.